ഈ എപ്പിസോഡിൽ നമുക്ക് കേരള മുഖ്യമന്ത്രിമാരെ കുറിച്ചും അവരെ സംബന്ധിച്ചിട്ടുള്ള ചില പ്രധാനപ്പെട്ട ചോദ്യോത്തരങ്ങളും ചർച്ച ചെയ്യാം. 1956 നവംബർ 1 കേരള സംസ്ഥാനം രൂപം കൊള്ളുന്നത്. കേരളത്തിലെ ആദ്യത്തെ ഇലക്ഷൻ നടക്കുന്നത് 1957 സംസ്ഥാന മന്ത്രിസഭയുടെ തലവനാണ് മുഖ്യമന്ത്രി. അനുച്ഛേദം 164 അനുസരിച്ചാണ് മുഖ്യമന്ത്രി നിയമിതനാകുന്നത്. സംസ്ഥാന ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ ഭൂരിപക്ഷം നേടിയ പാർട്ടിയിലെ അഥവാ മുന്നണിയുടെ നേതാവിനെയാണ് മുഖ്യമന്ത്രിയായി ഗവർണർ നിയമിക്കുന്നത്. നിയമസഭയിൽ അംഗമല്ലാത്ത വ്യക്തിയെയും മുഖ്യമന്ത്രിയായി നിയമിക്കാം. പക്ഷേ 6 മാസത്തിനുള്ളിൽ നിയമസഭാ അംഗമായിരിക്കണം. മറ്റു മന്ത്രിമാർക്ക് വകുപ്പ് നൽകുന്നതും മുഖ്യമന്ത്രിയാണ്. മുഖ്യമന്ത്രി സത്യപ്രതിജ്ഞ ചെയ്യുന്നത് ഗവർണറുടെ മുന്നിലാണ്. സംസ്ഥാന ആസൂത്രണ ബോർഡിന്റെ അധ്യക്ഷൻ കൂടിയാണ് മുഖ്യമന്ത്രി. ഇനി നമുക്ക് ഇതുവരെയുള്ള കേരള മുഖ്യമന്ത്രിമാരെ കുറിച്ച് നോക്കാം. EMS നമ്പൂതിരിപ്പാട്. EMS നമ്പൂതിരിപ്പാടാണ് കേരളത്തിന്റെ ആദ്യത്തെ മുഖ്യമന്ത്രി. ആദ്യ കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിയും അദ്ദേഹമാണ്. ഏലക്കുളം മനക്കൽ ശങ്കരൻ നമ്പൂതിരിപ്പാട് എന്നാണ് അദ്ദേഹത്തിന്റെ മുഴുവൻ പേര്. ആദ്യത്തെയും 4ാമത്തെയും മുഖ്യമന്ത്രിയാണ് EMS നമ്പൂതിരിപ്പാട്. അതായത് 1957 മുതൽ 59 വരെയും 1967 മുതൽ 69 കാലഘട്ടത്തിലുമാണ് EMS നമ്പൂതിരിപ്പാട് കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിരുന്നത്. 1967-69 EMS സർക്കാരാണ് ജന്മി സമ്പ്രദായം പൂർണ്ണമായും നിരോധിച്ചത്. ഭൂപരിഷ്കരണ നിയമവും വിദ്യാഭ്യാസ പരിഷ്കരണ നിയമവും പ്രാബല്യത്തിൽ കൊണ്ടുവന്നത് EMSന്റെ ഭരണകാലത്തായിരുന്നു. വിമോചന സമരം നടക്കുന്നത് EMSന്റെ ഭരണകാലത്താണ്. സംസ്ഥാനത്തെ മറ്റു പ്രധാന പാർട്ടികളും ചില സാമുദായിക സംഘടനകളും ചേർന്നാണ് EMS സർക്കാരിനെതിരെ വിമോചന സമരം എന്ന പേരിൽ പ്രക്ഷോഭം സംഘടിപ്പിച്ചത്. പട്ടം താണുപിള്ള. കേരളത്തിന്റെ 2ാമത്തെ മുഖ്യമന്ത്രിയാണ് പട്ടം താണുപിള്ള. 1960 മുതൽ 1962 വരെയുള്ള കാലഘട്ടത്തിലാണ് അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ഉള്ള സർക്കാർ ഭരണം ഏൽക്കുന്നത്. അദ്ദേഹത്തിന്റെ ശരിയായ പേര് A. താണുപിള്ള എന്നാണ്. 1962 പഞ്ചാബ് ഗവർണറായി തെരഞ്ഞെടുക്കപ്പെട്ടതിനെ തുടർന്ന് അദ്ദേഹം രാജിവെച്ചു. പഞ്ചാബിന്റെയും ആന്ധ്രാപ്രദേശിന്റെയും ഗവർണർ സ്ഥാനവും വിവിധ കാലഘട്ടങ്ങളിൽ വഹിച്ചിട്ടുണ്ട്. R. ശങ്കർ. കേരളത്തിന്റെ 3ാമത്തെ മുഖ്യമന്ത്രിയാണ് അദ്ദേഹം. 1962 മുതൽ 1964 വരെയാണ് അദ്ദേഹത്തിന്റെ ഭരണകാലം. 1962 പട്ടം താണുപിള്ള പഞ്ചാബ് ഗവർണറായി പോയപ്പോഴാണ് അദ്ദേഹം കേരള മുഖ്യമന്ത്രിയാകുന്നത്. 1964 ശങ്കർ മന്ത്രിസഭ അവിശ്വാസ പ്രമേയത്തിലൂടെ പുറത്തായി. C. അച്യുതമേനോൻ. കേരളത്തിന്റെ 5ാമത്തെയും 6ാമത്തെയും മുഖ്യമന്ത്രിയാണ് C. അച്യുതമേനോൻ. 1969 മുതൽ 70 വരെയും 1970 മുതൽ 77 വരെയുമായിരുന്നു അദ്ദേഹം മുഖ്യമന്ത്രിയായിരുന്നത്. K. കരുണാകരൻ. കേരളത്തിന്റെ 7ാമത്തെയും 12ാമത്തെയും 13ാമത്തെയും 15ാമത്തെയും മുഖ്യമന്ത്രിയാണ് K. കരുണാകരൻ. 1977 മാർച്ച് 25 മുതൽ 1977 ഏപ്രിൽ 25 വരെയും 1981 മുതൽ 82 വരെയും 1982 മുതൽ 87 വരെയും 1991 മുതൽ 95 വരെയുമാണ് K. കരുണാകരൻ മുഖ്യമന്ത്രിയായിരുന്നത്. 1995 അദ്ദേഹം രാജ്യസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടു. 1 വർഷം കേന്ദ്ര വ്യവസായ മന്ത്രിയായി അദ്ദേഹം. A. ആന്റണി. കേരളത്തിലെ 8ാമത്തെയും 16ാമത്തെയും 18ാമത്തെയും മുഖ്യമന്ത്രിയാണ് A. ആന്റണി. അദ്ദേഹം ഇന്ത്യയിലെ 20ാമത് പ്രതിരോധ മന്ത്രിയാണ്. 1977 മുതൽ 78 വരെയും 1995 മുതൽ 96 വരെയും 2001 മുതൽ 2004 വരെയുമാണ് A. ആന്റണി മുഖ്യമന്ത്രിയായിരുന്നത്. 2006 മുതൽ 2014 വരെ അദ്ദേഹം ഇന്ത്യയുടെ പ്രതിരോധ മന്ത്രിയായിരുന്നു. കേരളത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ മുഖ്യമന്ത്രിയായിരുന്നു അദ്ദേഹം. 37ാമത്തെ വയസ്സിലാണ് അദ്ദേഹം കേരള മുഖ്യമന്ത്രിയാകുന്നത്. ഏറ്റവും കൂടുതൽ കാലം ഇന്ത്യയുടെ പ്രതിരോധ വകുപ്പ് മന്ത്രിയായിരുന്നു അദ്ദേഹം. P. വാസുദേവൻ നായർ. കേരളത്തിന്റെ 9ാമത്തെ മുഖ്യമന്ത്രിയാണ് P. വാസുദേവൻ നായർ. 1978 ഒക്ടോബർ 29 മുതൽ 1979 ഒക്ടോബർ 7 വരെയാണ് അദ്ദേഹം കേരള മുഖ്യമന്ത്രിയായിരുന്നത്. 4 തവണ അദ്ദേഹം ലോക്സഭയിലേക്കും 2 തവണ കേരള നിയമസഭയിലേക്കും തെരഞ്ഞെടുക്കപ്പെട്ടു. C. H. മുഹമ്മദ് കോയ.
കേരളത്തിന്റെ 10ാമത്തെ മുഖ്യമന്ത്രിയാണ് CH മുഹമ്മദ് കോയ. 1979 ഒക്ടോബർ 12 മുതൽ 1979 ഡിസംബർ 1 വരെയായിരുന്നു അദ്ദേഹം മുഖ്യമന്ത്രിയായിരുന്നത്. ഏറ്റവും കുറച്ചു കാലം കേരള മുഖ്യമന്ത്രിയായിരുന്ന വ്യക്തിയാണ് അദ്ദേഹം. മുസ്ലിം ലീഗിന്റെ കേരളത്തിലെ ഏക മുഖ്യമന്ത്രിയുമാണ് CH മുഹമ്മദ് കോയ. EK നായനാർ, ഏറമ്പാല കൃഷ്ണൻ നായനാർ എന്നാണ് അദ്ദേഹത്തിന്റെ മുഴുവൻ പേര്. 3 തവണ അദ്ദേഹം കേരള മുഖ്യമന്ത്രിയായി. 11ാമത്തെയും 14ാമത്തെയും 17ാമത്തെയും മുഖ്യമന്ത്രിയാണ് അദ്ദേഹം. 1980 ജനുവരി 25 മുതൽ 1981 ഒക്ടോബർ 20 വരെയും 1987 മാർച്ച് 26 മുതൽ 1991 ജൂൺ 17 വരെയും 1996 മെയ് 20 മുതൽ 2001 മെയ് 13 വരെയുമാണ് EK നായനാർ കേരള മുഖ്യമന്ത്രിയായിരുന്നത്. ഏറ്റവും കൂടുതൽ കാലം മുഖ്യമന്ത്രിയായിരുന്നതും EK നായനാറാണ്. ഉമ്മൻചാണ്ടി, കേരളത്തിന്റെ 19ാമത്തെയും 21ാമത്തെയും മുഖ്യമന്ത്രിയായിരുന്നു ഉമ്മൻചാണ്ടി. 2004 ഓഗസ്റ്റ് 31 മുതൽ 2006 മെയ് 18 വരെയും 2011 മെയ് 18 മുതൽ 2016 മെയ് 20 വരെയുമായിരുന്നു അദ്ദേഹം മുഖ്യമന്ത്രിയായിരുന്നത്. VS അച്യുതാനന്ദൻ, വേലിക്കകത്ത് ശങ്കരൻ അച്യുതാനന്ദൻ എന്നാണ് അദ്ദേഹത്തിന്റെ മുഴുവൻ പേര്. കേരളത്തിന്റെ 20ാമത് മുഖ്യമന്ത്രിയായിരുന്നു അദ്ദേഹം. 2006 മെയ് 18 മുതൽ 2011 മെയ് 14 വരെയായിരുന്നു അദ്ദേഹം മുഖ്യമന്ത്രിയായിരുന്നത്. പിണറായി വിജയൻ, കേരളത്തിന്റെ 22ാമത് മുഖ്യമന്ത്രിയാണ് പിണറായി വിജയൻ. 2016 മെയ് 25 മുതൽ അദ്ദേഹം മുഖ്യമന്ത്രി സ്ഥാനത്ത് തുടരുകയാണ്. 1996 മുതൽ 98 വരെ EK നായനാർ മന്ത്രിസഭയിൽ വിദ്യുച്ഛക്തി സഹകരണ വകുപ്പുകൾ കൈകാര്യം ചെയ്തു. ഇനി ചില പ്രധാനപ്പെട്ട ചോദ്യോത്തരങ്ങൾ നോക്കാം. കേരളത്തിലെ ആദ്യത്തെ മുഖ്യമന്ത്രി EMS നമ്പൂതിരിപ്പാട്. കേരളത്തിലെ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി, അതും EMS നമ്പൂതിരിപ്പാട് തന്നെ. മുഖ്യമന്ത്രി ആയതിനു ശേഷം പ്രതിപക്ഷ നേതാവായ ആദ്യ വ്യക്തിയാണ് EMS. കേരളത്തിലെ ആദ്യത്തെ കോൺഗ്രസ് മുഖ്യമന്ത്രി R ശങ്കർ. കേരളത്തിലെ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് ഇതര മുഖ്യമന്ത്രി പട്ടം താണുപിള്ള. കേരള മുഖ്യമന്ത്രി ആയതിനു ശേഷം ഗവർണർ സ്ഥാനം വഹിച്ച ഏക വ്യക്തിയാണ് അദ്ദേഹം. കേരളത്തിന്റെ 2ാമത്തെ മുഖ്യമന്ത്രി പട്ടം താണുപിള്ള. കേരളത്തിലെ 2ാമത്തെ കോൺഗ്രസ് മുഖ്യമന്ത്രി K കരുണാകരൻ. 5 വർഷം തികച്ചു ഭരിച്ച കേരളത്തിലെ ആദ്യത്തെ കോൺഗ്രസ് മുഖ്യമന്ത്രിയാണ് അദ്ദേഹം. മാളയുടെ മാണിക്യം എന്നറിയപ്പെടുന്ന മുഖ്യമന്ത്രി, അതും K കരുണാകരൻ തന്നെ. 1975 അടിയന്തരാവസ്ഥ കാലത്തെ കേരള മുഖ്യമന്ത്രി C അച്യുതമേനോൻ. കേരള നിയമസഭയിൽ ആദ്യമായി വിശ്വാസ പ്രമേയം അവതരിപ്പിച്ച മുഖ്യമന്ത്രി, അതും C അച്യുതമേനോൻ തന്നെ. ഏറ്റവും കൂടുതൽ തവണ മുഖ്യമന്ത്രിയായ വ്യക്തി K കരുണാകരൻ. 4 തവണയാണ് അദ്ദേഹം മുഖ്യമന്ത്രിയായത്. ഏറ്റവും കൂടുതൽ കാലം മുഖ്യമന്ത്രിയായിരുന്ന വ്യക്തി EK നായനാർ, 4009 ദിവസം. തുടർച്ചയായി കൂടുതൽ കാലം മുഖ്യമന്ത്രിയായിരുന്ന വ്യക്തി C അച്യുതമേനോൻ, 2364 ദിവസം. ഏറ്റവും കുറച്ചു കാലം മുഖ്യമന്ത്രിയായിരുന്ന വ്യക്തി CH മുഹമ്മദ് കോയ, 54 ദിവസം. ത്രിതല പഞ്ചായത്ത് സംവിധാനം നിലവിൽ വന്നപ്പോൾ ഉള്ള കേരള മുഖ്യമന്ത്രി AK ആന്റണി. പഞ്ചായത്തി രാജ് നിയമം പാസാക്കുന്ന സമയത്തെ കേരള മുഖ്യമന്ത്രി K കരുണാകരൻ. കേന്ദ്ര പ്രതിരോധ മന്ത്രിയായ ഏക കേരള മുഖ്യമന്ത്രി AK ആന്റണി. ഏറ്റവും കൂടുതൽ കാലം ഇന്ത്യയുടെ പ്രതിരോധ മന്ത്രിയായിരുന്ന മലയാളിയും അദ്ദേഹമാണ്. കേന്ദ്ര മന്ത്രിസഭയിൽ അംഗമായ ആദ്യ കേരള മുഖ്യമന്ത്രി AK ആന്റണി. തൊഴിലില്ലായ്മ വേതനവും ചാരായ നിരോധനവും ഏർപ്പെടുത്തിയ മുഖ്യമന്ത്രി, അതും AK ആന്റണി തന്നെ. ഏറ്റവും പ്രായം കുറഞ്ഞ കേരള മുഖ്യമന്ത്രി AK ആന്റണി. 37ാം വയസ്സിലാണ് അദ്ദേഹം മുഖ്യമന്ത്രിയാവുന്നത്. ഏറ്റവും പ്രായം കൂടിയ കേരള മുഖ്യമന്ത്രി VS അച്യുതാനന്ദൻ. 83ാം വയസ്സിലാണ് അദ്ദേഹം മുഖ്യമന്ത്രിയാകുന്നത്. കേരളത്തിലെ ആദ്യ ഉപമുഖ്യമന്ത്രി R ശങ്കർ. 2 തവണ ഉപമുഖ്യമന്ത്രിയായ ഏക വ്യക്തി CH മുഹമ്മദ് കോയ. സുതാര്യ കേരളം പദ്ധതി നടപ്പിലാക്കിയ കേരള മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി. EMS നമ്പൂതിരിപ്പാട് ഏത് പത്രത്തിന്റെ സ്ഥാപകനാണ്? പ്രഭാതം. R ശങ്കർ ആരംഭിച്ച പത്രം ദിനമണി. തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ കേരള മുഖ്യമന്ത്രി EMS. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെ കുറിച്ചുള്ള ഡോക്യുമെന്ററി ടച്ചിങ് ദി സോൾ. EMSന്റെ ആത്മകഥ. ആത്മകഥ എന്ന് തന്നെയാണ് EMSന്റെ ആത്മകഥയുടെ പേര്.
രാജൻ കേസ് കാരണം മുഖ്യമന്ത്രി സ്ഥാനം നഷ്ടപ്പെട്ട നേതാവ് കെ കരുണാകരൻ. 5 വ്യത്യസ്ത സഭകളിൽ അംഗമായിരുന്ന കേരള മുഖ്യമന്ത്രി കെ കരുണാകരൻ. കേരള നിയമസഭ, തിരുവിതാംകൂർ കൊച്ചി നിയമസഭ, കൊച്ചി നിയമസഭ, ലോക്സഭ, രാജ്യസഭ തുടങ്ങിയവയാണ് 5 വ്യത്യസ്ത സഭകൾ. കേരളത്തിൽ ബജറ്റ് അവതരിപ്പിച്ച ആദ്യ മുഖ്യമന്ത്രി ആർ ശങ്കർ. രാജ്ഭവന് പുറത്തുവച്ച് അധികാരമേറ്റ ആദ്യ മുഖ്യമന്ത്രി വി എസ് അച്യുതാനന്ദൻ. രാജ്ഭവന് പുറത്തുവച്ച് അധികാരമേറ്റ രണ്ടാമത്തെ മുഖ്യമന്ത്രിയാണ് പിണറായി വിജയൻ. കാലാവധി പൂർത്തിയാക്കിയ കേരള മുഖ്യമന്ത്രിമാർ സി അച്യുതമേനോൻ, കെ കരുണാകരൻ, ഇ കെ നയനാർ, വി എസ് അച്യുതാനന്ദൻ, ഉമ്മൻചാണ്ടി. 19-ാം നൂറ്റാണ്ടിൽ ജനിച്ച ഏക കേരള മുഖ്യമന്ത്രി പട്ടം താണുപിള്ള. വി എസ് അച്യുതാനന്ദന്റെ ആത്മകഥ ഏതാണ്? സമരം തന്നെ ജീവിതം. പതറാതെ മുന്നോട്ട് എന്നത് ആരുടെ ആത്മകഥയാണ്? കെ കരുണാകരൻ. ഇ കെ നയനാറിന്റെ ആത്മകഥ ഏതാണ്? മൈ സ്ട്രഗിൾ. തുറന്നിട്ട വാതിൽ ഏത് മുഖ്യമന്ത്രിയുടെ ആത്മകഥയാണ്? ഉമ്മൻചാണ്ടി. കേരള മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതി ക്ലിഫ് ഹൗസ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഞങ്ങളുടെ മറ്റ് വീഡിയോസ് കാണുവാനായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.